സർ, ചാർലി കിർക്കിന്റെ മരണം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് ട്രംപിനുള്ളതാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്ന ചില നിലപാടുകളിലൊക്കെ ചാർലി കിർക്കിന്റെ മരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ചാർലി കിർക്കിന്റെ കൊലപാതകത്തെ സാർ എങ്ങനെ വിലയിരുത്തും? ഇതിന്റെ രാഷ്ട്രീയ വശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആരായിരുന്നു ചാർലി കിർക്ക് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ചാർലി കിർക്ക് ഒരു വിശ്വാസിയായ ക്രിസ്ത്യാനിയായിരുന്നു. അതായത് 10 കൽപ്പനകൾ അനുസരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള, അതനുസരിച്ച് വേണം രാജ്യത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും വിശ്വസിക്കുന്ന ഒരു ട്രഡീഷണൽ ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം കത്തോലിക്കനല്ലെങ്കിലും കത്തോലിക്ക സഭയോടും അതിന്റെ നിലപാടുകളോടും വളരെ ആദരവും സപ്പോർട്ടും കൊടുക്കുന്ന ഒരാളാണ്. മാത്രമല്ല, അമേരിക്കയിൽ ഉള്ള അനാർക്കിസം, ലിബറലിസം, വോക്കിസം, അങ്ങനെ കുടുംബത്തെ തകർക്കുന്ന പരിപാടികൾ, ഇല്ലിസിറ്റ് പരിപാടികൾ, അങ്ങനെയുള്ള നവോത്ഥാനം, അങ്ങനെയുള്ള പരിപാടികളെ എല്ലാം ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തെ നിരന്തരം എതിർത്തുകൊണ്ടും ഇടത് ജിഹാദി എക്കോസിസ്റ്റം സ്കൂളുകളിലും കോളേജുകളിലും ഉള്ള കുട്ടികളെ വഴിപിഴപ്പിക്കുന്നതിനെ തടയുകയും ചെയ്യുന്ന ഒരാളാണ്. കുട്ടികളെ വഴിപിഴപ്പിക്കുക, ചെറുപ്പത്തിലെ പിടികൂടി കുട്ടികളെ വഴിപിഴപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും ഇടത് ജിഹാദി സംഘടനകളും ഇന്ത്യ അലയൻസ് സംഘടനകളും ചെയ്യുന്നത്. ഇതേ പരിപാടി തന്നെയാണ് അമേരിക്കൻ ക്യാമ്പസുകളിലും അവർ ചെയ്തുകൊണ്ടിരുന്നത്. പഠിക്കാൻ പോകുന്ന പിള്ളേരെ ഹമാസിന്റെയും പലസ്തീന്റെയും അടിക്കാക്കുക, നക്സലാക്കുക, സിറ്റി നക്സലാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അമേരിക്കൻ ക്യാമ്പസുകളിലും നടന്നുകൊണ്ടിരുന്നത്. അവിടെ അനേകം സമരങ്ങളും നശീകരണങ്ങളും ഉണ്ടാക്കുക. അതുപോലെ തന്നെ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ കുടുംബത്തിനോട് ഓറിയന്റേഷൻ വരുത്താതെ സ്വവർഗഭോഗികളാക്കുക, അങ്ങനെയൊക്കെയുള്ള അന്യായ തിന്മകളാണ് അമേരിക്കൻ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നതും അതൊക്കെ തന്നെയാണ്. അധ്യാപകന് റീത്ത് വെക്കുക, അധ്യാപകനെ തല്ലുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് അമേരിക്കയില് ഇദ്ദേഹം ഒരു ദൈവാനുഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. ഇദ്ദേഹം കൃത്യമായിട്ട് ഒരു വിഷണറി ആയിരുന്നു. അപ്പൊ ക്യാമ്പസുകളിൽ അദ്ദേഹത്തിന് പ്രചാരം കൂടി വന്നു. പലരും അദ്ദേഹത്തെ സെമിനാറിന് വിളിക്കാൻ തുടങ്ങി, ചർച്ചയ്ക്ക് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിൽ ആകൃഷ്ടരായിട്ട് ഒത്തിരി കുട്ടികൾ നല്ല വഴിയിലേക്ക് വന്നു. ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തിന്റെ പിശാചിന്റെ വഴിയിൽ നിന്നും ദൈവത്തിന്റെ വഴിയിലേക്ക് ഒത്തിരി കുട്ടികൾ വന്നു. ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കുമുള്ള ആത്മീയത, സ്പിരിച്വാലിറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പൊളിറ്റിക്സ് ആയിരുന്നില്ല. പിന്നെ അതിനൊരു രാഷ്ട്രീയ മാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഈ കൺവെൻഷനൽ ആയിട്ട് ഇപ്പൊ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തിനെ പ്രതിനിധീകരിക്കുന്ന, അല്ലെ ഇന്ത്യ അലയൻസിനെ പ്രതിനിധീകരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രചരണങ്ങളും ഇദ്ദേഹത്തിന്റെ ആശയങ്ങളും ട്രംപിന് ഗുണമായിട്ട് വന്നു. ട്രംപിന് ഗുണമായിട്ട് വന്നു. ട്രംപ് ജയിക്കുന്നതിൽ ഇദ്ദേഹം ഒരു ഘടകമായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ കാസ നടത്തുന്ന പ്രചരണങ്ങൾ പോലെ തന്നെയാണ്, കാസ നടത്തുന്ന അതേ പ്രചരണങ്ങൾ തന്നെയാണ് ചാർലി കിർക്ക് അവിടെ നടത്തിയത്. നരേന്ദ്രമോദി സ്ട്രോങ് ആയതുകൊണ്ട് കാസക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്നു. ട്രംപ് അത്രയും സുരക്ഷിതത്വം എടുക്കാഞ്ഞുകൊണ്ട് ചാർലി കിക്കിന് വെടിയേറ്റു. ഇപ്പൊ നരേന്ദ്രമോദിയുടെയും BJPയുടെയും സംഘത്തിന്റെയും പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് കാസക്കാര് ഇവിടെ ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. പക്ഷെ ആ ലെവലിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ട്രംപ് ഭരണകൂടത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ബ്രീച്ചായി. പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു, പ്രൊട്ടക്ഷൻ ബ്രീച്ചായി. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഈ കൊലപാതകി എന്ന് പറയുന്നയാള് നല്ല കുടുംബത്തിൽ നിന്നും പഠിക്കാൻ കോളേജിൽ വിട്ടതാണ്. അവിടെ പോയി അവൻ SFIയിലും ജിഹാദി പ്രസ്ഥാനങ്ങളിലും ഇടത് ജിഹാദി പ്രസ്ഥാനങ്ങളിലും ഒക്കെ ചേർന്ന് അവൻ ലിബറലായി, വോക്കായി, അനാർക്കിസ്റ്റായി, അവസാനം കൊലപാതകിയായി. അപ്പൊ അത് നല്ല കുട്ടികളെ വീട്ടിൽ നിന്ന് കോളേജിലോട്ടോ സ്കൂളിലോട്ടോ വിട്ടാൽ അവര് ചീത്ത കുട്ടികളായിട്ടും ക്രിമിനൽസ് ആയിട്ടും സ്വർഗഭോഗികളായിട്ടും അനാർക്കിസ്റ്റ് ആയിട്ടും കുടുംബത്തിന് വിരുദ്ധമായിട്ടും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ആൾക്കാരാകുന്നു എന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ അപകടം. അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വിദേശ രാജ്യത്താണെങ്കിലും ക്യാമ്പസുകളിൽ ചെകുത്താൻ പതിയിരിക്കുന്നു. ദുഷ്ടത പഠിപ്പിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ ചെകുത്താൻ പതിയിരിക്കുന്നു. അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ ചാർലി കിർക്കും കാസയും ഒക്കെ. അപ്പൊ അമേരിക്കയിൽ ചാർലി കിർക്കിന് എതിരെ നടന്ന ഈ വധം, അല്ലെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് ലോകത്തെമ്പാടുമുള്ള വലതുപക്ഷ ശക്തികൾക്ക് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാകും. കാരണം അവരുടെ സെക്യൂരിറ്റി, വലതുപക്ഷം പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലും എന്നുള്ള ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തിന്റെ അഹങ്കാരമാണ് കാണിച്ചിരുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജസ്ഥാനില് ഒരു തയ്യൽക്കാരനെ ഇവര് കയറി കൊന്നത് ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരില്. അതുപോലെ വലതുപക്ഷം ചിന്തിക്കുന്ന അനേകം ആൾക്കാരെ കേരളത്തിൽ ഏകദേശം 250ഓളം സംഘ ബലിദാനികളുണ്ട്. പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ കേസുണ്ട്. അപ്പൊ ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് ഇടത് ജിഹാദി എക്കോസിസ്റ്റമാണ്.
ചാർലി യെ കൊന്നതും ഇടത് ജിഹാദി എക്കോസിസ്റ്റമാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ ക്യാമ്പസിൽ വെച്ച് വഴിതെറ്റപ്പെടുന്ന യുവാക്കളെ അക്രമത്തിന് ഉപയോഗിക്കുക എന്നതാണ് ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തിന്റെ മെയിൻ അജണ്ട. അപ്പൊ ക്യാമ്പസുകളെ ക്ലീൻ ആക്കുക, ക്യാമ്പസിൽ എന്ത് ചിന്തിക്കണമെന്നല്ല എങ്ങനെ ചിന്തിക്കണമെന്നാണ് പഠിക്കേണ്ടത്. എന്ത് ചിന്തിക്കണമെന്നല്ല എങ്ങനെ ചിന്തിക്കണമെന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവര് എന്താ ചോദിച്ചാൽ ചില അജണ്ടകൾ ക്യാമ്പസിലോട്ട് ഇട്ടു കൊടുക്കുകയാണ്. നിങ്ങൾ സ്റ്റുഡന്റ് ആണോ, നിങ്ങൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ സ്റ്റുഡന്റ് ആണോ, നിങ്ങൾ ഇസ്രായേലിനെ എതിർത്തിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഇടത് ജിഹാദി. അതുപോലെ തന്നെ നിങ്ങൾ മോഡേൺ ആണോ, നിങ്ങൾ കുടുംബത്തെ നിഷേധിച്ചിരിക്കണം, നിങ്ങൾ ലിവിങ് ടുഗദർ ആയിരിക്കണം, നിങ്ങൾ അനാർക്കിസ്റ്റ് ആയിരിക്കണം, നിങ്ങൾ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്നവരായിരിക്കണം. ആ രീതിയിൽ കുട്ടികളെ ഒരിക്കലും ഡെവലപ്പ് ചെയ്യാണ്ടിരിക്കാൻ, കുട്ടികൾ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള നടപടികളാണ് ഇന്ത്യ അലയൻസ്, ഇടത് ജിഹാദി എക്കോസിസ്റ്റം ലോകത്തെമ്പാടും. അതിന് ഗ്ലോബൽ ഇലൂമിനാറ്റി എന്ന് അമേരിക്ക പറയുമെങ്കിലും സാധനം നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യ അലയൻസ് തന്നെയാണ്. ഈ ഗ്ലോബൽ ഇലൂമിനാറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഇന്ത്യ അലയൻസ് തന്നെയാണ്. തനിച്ചെകുത്താൻ പരിപാടിയാണ്. LDFും UDFിന്റെ വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകളെ നശിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ അമേരിക്കക്കാർക്ക് ബോധം വെച്ചു, അവർ ശക്തമായ നടപടികൾ എടുക്കുകയാണ്. ഈ വിധത്തോടനുബന്ധിച്ച് ക്യാമ്പസിൽ ഇനി ഇടത് ജിഹാദി പരിപാടികൾ ഒന്നും നടക്കില്ല. ക്യാമ്പസുകളെല്ലാം ക്ലീൻ ചെയ്യാൻ ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞു. അതുപോലെ ഇടത് ജിഹാദി പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കാശ്മീർ ഫയലിൽ കാണുന്ന പോലെ രാധിക മേനോനെ പോലുള്ള പ്രൊഫസർമാരൊക്കെയാണ് പല JNUവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും ഒളിച്ചിരിക്കുന്ന പ്രൊഫസർമാരെന്ന് പറയുന്നത് ഇടത് ജിഹാദികളാണ്, കുട്ടികളെ വഴിതെറ്റിക്കുന്നവരാണ്. അപ്പം ഇതിനെല്ലാം അമേരിക്ക എടുക്കുന്ന പോലത്തെ ഒരു നടപടി UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും യൂണിവേഴ്സിറ്റികളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവർണർമാരും സ്റ്റേറ്റ് ഗവൺമെന്റും എടുക്കണം. ഇടത് ജിഹാദി സിസ്റ്റം ഇതിലും വലിയ നാശമാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ വരുത്താൻ പോകുന്നത്. കാരണം കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ കുട്ടികളെ ഉപയോഗിച്ച് വധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അക്രമമാണ്. ലോകം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമേരിക്കൻ ഗവൺമെന്റ് നടപടി എടുക്കുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും എടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് പറയാനുള്ളത്. ചാർലി കിർക്കിന് പ്രണാമം. അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകവും സഭയും ജനങ്ങളും അമേരിക്കൻ ഗവൺമെന്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഒക്കെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അദ്ദേഹത്തിന് എതിരെ അനേകം ആൾക്കാര് പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അതിനെയെല്ലാം തള്ളിക്കളയുന്നു, വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. അദ്ദേഹം അമേരിക്കയ്ക്ക് ദേശസ്നേഹിയാണ്, രാജ്യസ്നേഹിയാണ്. അദ്ദേഹം അമേരിക്കയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളാണ്. അദ്ദേഹം ക്രിസ്ത്യൻ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. ലോകത്തിലെ ജനങ്ങൾക്ക് നന്മ വരാൻ വേണ്ടി നിലകൊണ്ട ആളാണ്. എല്ലാ തിന്മകളെയും ശക്തിയുക്തം എതിർത്തവനാണ്. എല്ലാ ടക്കിയകളെയും ശക്തിയുക്തം എതിർത്തവനാണ്. ഇടത് ജിഹാദി എക്കോസിസ്റ്റം ടക്കിയ ആണ് എന്ന് കൃത്യമായിട്ട് ലോകത്തിന് മുമ്പിൽ തെളിയിച്ച ആളാണ് ചാർലി. അപ്പൊ കേരളത്തിലും അതേ മൂവ്മെന്റ് ചാർലി കിർക്ക് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ കാസ എന്നുള്ള പേരിൽ നടക്കുന്നുണ്ട്. അവർക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. എന്തായാലും ചാർലി കിർക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഒരു ഇടപെടൽ നടത്തിയ ആളായിരുന്നു. അപ്പം ചാർലി കിർക്കിന്റെ ചില നിലപാടുകളൊക്കെ പലരെയും അസ്വസ്ഥമാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. ഏറ്റവും ഒടുവിൽ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിലാണ് അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ.